കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച നവകേരള സദസ്സിന്റെ 2 ദിവസത്തെ പരിപാടികൾ നാളെയും മറ്റന്നാളും നടക്കും. തൃക്കാക്കര, പിറവം, തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുക. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും. നവമി, ഒരു ഇടവേളയ്ക്ക് ശേഷം നവകേരള സദസ്സ് കൊച്ചിയിലേക്ക് വീണ്ടും എത്തുകയാണ്. നേരത്തെ നടത്താൻ പറ്റാതെ പോയ മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ 2 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് അങ്ങോട്ടേക്ക് എത്തുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? ഡിസംബർ 9-നായിരുന്നു ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് സംഘടിപ്പിക്കാനിരുന്നത്. പക്ഷേ കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് അത് മാറ്റിവെക്കുകയായിരുന്നു. ആ നവകേരള സദസ്സാണ് നാളെയും മറ്റന്നാളുമായി നടക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയ 2 മന്ത്രിമാരുമായിട്ടായിരിക്കും നവകേരള ബസ് കൊച്ചിയിലേക്ക് എത്തുക. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഉണ്ടാകുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തൃപ്പൂണിത്തറ, പിറവം, തൃക്കാക്കര, കുന്നത്തുനാട് നിയോജക മണ്ഡലങ്ങളിലായിരിക്കും ഈ 2 ദിവസം 1-2 നാളെ മറ്റന്നാളുമായി നവകേരള സദസ്സ് നടക്കുക. ഉച്ചയ്ക്ക് നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ ഉച്ചകഴിഞ്ഞ് 3-ന് തൃക്കാക്കര മണ്ഡലത്തിലേത് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിലും വൈകിട്ട് 5-ന് പിറവം മണ്ഡലത്തിലേത് പിറവം KSRTC സ്റ്റാൻഡ് ഗ്രൗണ്ടിലുമായിരിക്കും നടക്കുക. ജനുവരി 2-ന് തൃപ്പൂണിത്തറ മണ്ഡലത്തിലേത് ഉച്ചകഴിഞ്ഞ് 3-ന് പുതിയകാവ് ക്ഷേത്ര മൈതാനത്തും കുന്നത്തുനാട് മണ്ഡലത്തിലേത് വൈകിട്ട് 5-ന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഗ്രൗണ്ടിലുമായിരിക്കും നടക്കുക. ഇതാണ് ഈ പ്രധാന വേദികൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം ജില്ലയിലെ 10 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ നവകേരള സദസ്സ് കഴിഞ്ഞത്. ഇവിടെ ലഭിച്ച പരാതികളിൽ എത്രയൊക്കെ തീർപ്പാക്കിയെന്നതിന്റെ കണക്ക് ഈ വരും ദിവസങ്ങളിലെ ഈ നവകേരള സദസ്സിലെ മണ്ഡലങ്ങളിൽ അറിയിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. ഇതിന്റെ കണക്ക് കൂടിയായിരിക്കും ഈ വരുന്ന 2 ദിവസത്തെ നവകേരള സദസ്സിലെ മണ്ഡലങ്ങളിൽ വ്യക്തമാക്കുക. ഏകദേശം 20,000-ഓളം പേരെയാണ് പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ഗ്രൗണ്ടുകളിലടക്കം വലിയ മുന്നൊരുക്കങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. സ്റ്റേജ് ഉൾപ്പെടെയുള്ള എല്ലാ പണികളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും 3 മണി മുതലായിരിക്കും മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ ഈ ഒരു സന്ദർശനം. പ്രഭാത ഭക്ഷണം സാധാരണ എല്ലാ മണ്ഡലങ്ങളിലും പോകുമ്പോൾ പ്രഭാത സദസ്സ് സംഘടിപ്പിക്കും. ഇത് ഇപ്രാവശ്യം ഉണ്ടാകില്ല. പകരം ഈ 3 മണിക്ക് ശേഷമുള്ള പരിപാടികളായിരിക്കും ഈ മണ്ഡലങ്ങളിൽ ഉടനീളം നടക്കുക. അശ്വതി, നവമി, വലിയ ചർച്ചയായതും വിവാദമായതും കരിങ്കൊടി പ്രതിഷേധവും അതിനെ എങ്ങനെ പോലീസ് അടക്കം നേരിട്ടു എന്നതുമുള്ളതൊക്കെ വലിയ ചർച്ചയായതാണ്, വലിയ വിവാദമായതാണ്. അതുകൊണ്ട് തന്നെ നാളെ എറണാകുളത്തേക്ക് വീണ്ടും നവകേരള സദസ്സ് എത്തുമ്പോൾ സുരക്ഷ അങ്ങനെ തന്നെ അത്രത്തോളം ശക്തമായി, അല്ലെങ്കിൽ നേരത്തെ ബോംബ് ഭീഷണി അടക്കം ഉണ്ടായിരുന്നു, അതിന് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നു. എത്രത്തോളം സുരക്ഷയിലായിരിക്കും നാളത്തെ നവകേരള സദസ്സ് നടക്കുക? അശ്വതി, എറണാകുളം ജില്ലയിലെ പര്യടനത്തിനിടയിലായിരുന്നു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം നമ്മൾ കണ്ടത്. KSUവിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധത്തിനപ്പുറത്തേക്ക് ഷൂ എയർ വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് വലിയൊരു വിവാദത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ സുരക്ഷയും വളരെ കർശനമായി തന്നെ ഇപ്രാവശ്യവും ഒരുക്കിയിട്ടുണ്ട്. KSU പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളും നടക്കുന്ന എറണാകുളം ജില്ലയിലെ മണ്ഡല പര്യടനത്തിൽ വീണ്ടും പ്രതിഷേധവുമായി എത്താൻ തന്നെയാണ്. കരിങ്കൊടി പ്രതിഷേധം അടക്കം കാണിക്കുമെന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഷൂ എയർ വരെ ഉണ്ടായ സാഹചര്യത്തിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള പോലീസിന്റെ കർശനമായിട്ടുള്ള നിയന്ത്രണവും ശ്രദ്ധയും ഇത്തവണത്തെ പര്യടനത്തിൽ ഉണ്ടാകും. എങ്കിൽ പോലും KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം ബാക്കി എല്ലാ ജില്ലകളിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇവിടെയും പ്രതീക്ഷിക്കാമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിൽ പോലും പോലീസിന്റെ സുരക്ഷയൊക്കെ കർശനമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. അശ്വതി, ശരി. അപ്പൊ